കോട്ടയം ജില്ലയിൽ പാമ്പാടി ബ്ലോക്കിൽ തികച്ചും ഗ്രാമീണ മേഖലയിൽ വ്യത്യസ്തവും നൂതനവുമായ നിരവധി പദ്ധതികൾ കൊണ്ട് ശ്രദ്ധേയമായ പഞ്ചായത്താണ് എലിക്കുളം ഗ്രാമപഞ്ചായത്ത്. സംസ്ഥാന സർക്കാരിന്റെ സ്വരാജ് ട്രോഫി, വയോമിത്രം അവാർഡ് ഉൾപ്പെടെ നിരവധി പുരസ്കാരങ്ങൾ പഞ്ചായത്തിനെ തേടിയെത്തി. പഞ്ചായത്ത് ഓഫീസിൽ വിവിധ ആവശ്യവുമായി എത്തുന്ന ആളുകളെ സ്വീകരിക്കാൻ റോബോട്ടിക് സംവിധാനം ഒരുക്കിയിട്ടുള്ള കേരളത്തിലെ ആദ്യത്തെ പഞ്ചായത്താണ് എലിക്കുളം. ഇതിന്റെ ഔപചാരികമായ ഉദ്ഘാടനം ബഹുമാനപ്പെട്ട ചീഫ് വിപ്പ് ഡോക്ടർ എൻ ജയരാജ് നിർവഹിച്ചു. കോട്ടയം എലിക്കുളം ഗ്രാമപഞ്ചായത്തിൽ എത്തുന്ന നാട്ടുകാരെ സ്വീകരിക്കാനും സേവനങ്ങൾ ഉറപ്പാക്കാനും ഇനി പ്രത്യേകമായ ഒരാളുണ്ടാകും. പഞ്ചായത്ത് പ്ലാൻ ഫണ്ട് ഉപയോഗിച്ച് വിദ്യാർത്ഥികൾ നിർമ്മിച്ചു നൽകിയ റോബോട്ടാണ് എലിക്കുളം ഗ്രാമത്തിന് കൗതുകമാകുന്നത്. എലിക്കുളം പഞ്ചായത്ത് ഓഫീസിൽ എത്തുന്ന ഓരോരുത്തരെയും കൈകൂപ്പി സ്വീകരിക്കാൻ ഇനി എലീനയുണ്ടാകും. മലയാളി വനിതയുടെ രൂപത്തിൽ തന്നെയാണ് എലീനയെ പത്താമുട്ടം സെന്റ് ഗീറ്റ്സ് എഞ്ചിനീയറിംഗ് കോളേജിലെ ഇലക്ട്രോണിക് വിഭാഗം വിദ്യാർത്ഥികളും പനമറ്റം സർക്കാർ ഹൈസ്കൂളിലെ വിദ്യാർത്ഥികളും ഒരുക്കിയെടുത്തത്. പഞ്ചായത്ത് ഓഫീസിൽ എത്തുന്നവർക്ക് സ്വാഗതം അറിയിക്കുക മാത്രമല്ല, മോണിറ്ററിലേക്ക് കൊടുക്കുന്ന നിർദ്ദേശങ്ങൾക്കനുസരിച്ച് സേവനങ്ങൾ നൽകാൻ എലീന എപ്പോഴും തയ്യാർ. റോബോട്ടിന്റെ ഉദ്ഘാടനം ചീഫ് വിപ്പ് എൻ ജയരാജ് നിർവഹിച്ചു. വിവിധയിടങ്ങളിൽ നിന്നായി നിർദ്ദേശിക്കപ്പെട്ട 80-ലധികം പേരുകളിൽ നിന്നാണ് എലീന എന്ന പേര് റോബോട്ടിന് നൽകിയത്. ഹ്യൂമനോയിഡ് റോബോട്ടും കൂടെയാണ്. അത് രണ്ട് രീതിയിൽ, അത് വരുന്നവരെ അത് വെൽക്കം ചെയ്യാനും നമസ്കാരം പറയാനും അത് വെൽക്കം ചെയ്യുകയും പിന്നീട് പഞ്ചായത്തിൽ വരുന്ന ആൾക്കാർക്ക് അവരുടെ ആവശ്യങ്ങൾ എന്താണ് എന്ന് മനസ്സിലാക്കി അതിനുവേണ്ട റെസ്പോൺസ് കൊടുക്കാനും ഈ റോബോട്ടിന് സാധിക്കും. പഞ്ചായത്ത് പ്ലാൻ ഫണ്ടിൽ നിന്ന് 3.5 ലക്ഷം രൂപ മുടക്കിയാണ് വിദ്യാർത്ഥികൾ റോബോട്ടിനെ നിർമ്മിച്ചു നൽകിയത്. മനോരമ ന്യൂസ്, കോട്ടയം. എലിക്കുളം ഗ്രാമപഞ്ചായത്തിൽ ഫ്രണ്ട് ഓഫീസിൽ നാട്ടുകാർക്ക് പ്രയോജനകരമായിട്ടുള്ള ഈ റോബോട്ട് വികസിപ്പിച്ചെടുത്ത കോട്ടയം സെന്റ് കിറ്റ്സ് കോളേജ് ഓഫ് എഞ്ചിനീയറിംഗിനെ, ഇലക്ട്രോണിക്സ് ഡിപ്പാർട്ട്മെൻറ്റിനെ ഞാൻ ആദ്യമായി അഭിനന്ദിക്കുന്നു. ഇങ്ങനെയൊരു നൂതനമായ ആശയവും പരീക്ഷണവുമായി മുന്നോട്ട് വന്ന ഗ്രാമപഞ്ചായത്ത് ഭരണസമിതിയെയും അഭിനന്ദിക്കുന്നു. സാങ്കേതിക വിദ്യ ഇന്ന് നമ്മുടെ ഭരണ സംവിധാനത്തെ കൂടുതൽ കാര്യക്ഷമവും സുതാര്യവുമാക്കുന്നതിന് കേരളത്തിലാകെ സർക്കാർ ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയാണ്. കെ സ്മാർട്ട് പോലുള്ള സോഫ്റ്റ്വെയറുകളും മൊബൈൽ ആപ്ലിക്കേഷനുമെല്ലാം അതിവേഗത്തിൽ ജനങ്ങൾക്ക് സേവനം ലഭ്യമാക്കുന്നതിന് ഉദ്ദേശിച്ചുള്ളതാണ്. ആ സാങ്കേതിക വിദ്യാപരമായിട്ടുള്ള മാറ്റത്തെ കുറിക്കുന്നതാണ് എലിക്കുളം ഗ്രാമപഞ്ചായത്തിലെ ഫണ്ട് ഓഫീസിലെ ഈ റോബോട്ട്. പഞ്ചായത്തിൽ എത്തിച്ചേരുന്ന മുഴുവൻ ജനങ്ങൾക്കും ചായയും ലഘുഭക്ഷണവും സൗജന്യമായി നൽകി വരുന്നു. ചായയും കടിയും കൊടുക്കുന്നതോടൊപ്പം തന്നെ ഏറ്റവും നല്ല സേവനം അവർക്ക് കൊടുക്കുവാൻ വേണ്ടി കഴിയട്ടെ. ഏറ്റവും എളുപ്പത്തിൽ സമയബന്ധിതമായി അവരുടെ ആവശ്യങ്ങൾ നിറവേറ്റി പോകുവാൻ അവർക്ക് അവസരമുണ്ടാകട്ടെ. എല്ലാ ദിവസവും ജനങ്ങൾക്ക് തികച്ചും സൗജന്യമായി ബ്ലഡ് പ്രഷറും ബ്ലഡ് ഷുഗറും പരിശോധിക്കുന്നതിനായി വിദഗ്ധ പരിശീലനം സിദ്ധിച്ച ആശാവർക്കർമാരുടെ സേവനവും നൽകി വരുന്നു. TV ആസ്വദിച്ച് സംഗീതം കേട്ടുകൊണ്ട് സമയം ചെലവഴിക്കുന്നതിനുള്ള എല്ലാ സൗകര്യവും ഫ്രണ്ട് ഓഫീസിൽ ഒരുക്കിയിട്ടുണ്ട്. കൈക്കുഞ്ഞുങ്ങളുമായി വരുന്ന അമ്മമാർക്ക് തൊട്ടിലിന്റെയും ഊഞ്ഞാലിന്റെയും സൗകര്യം ഉപയോഗിക്കുവാനും കഴിയും. വയോജനങ്ങൾക്ക് ക്യൂ നിൽക്കാതെ തന്നെ വയോജന ഹെൽപ്പ് ഡെസ്ക് ഉപയോഗിച്ച് കാര്യങ്ങൾ വേഗത്തിൽ ചെയ്യുന്നതിനുള്ള സംവിധാനവും നിലവിലുണ്ട്. ഭിന്നശേഷി ഹെൽപ്പ് ഡെസ്ക് ഉപയോഗിച്ച് ഭിന്നശേഷിക്കാരായ ആളുകൾക്ക് കാത്തുനിൽപ്പ് ഒഴിവാക്കി പഞ്ചായത്തിൽ നിന്നുള്ള സേവനങ്ങൾ വേഗത്തിൽ ലഭ്യമാക്കുന്നു. സ്ത്രീകൾ അഭിമുഖീകരിക്കുന്ന വിവിധങ്ങളായ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുന്നതിന് എല്ലാ ചൊവ്വാഴ്ചകളിലും പോലീസ് ഹെൽപ്പ് ഡെസ്കും ജെൻഡർ റിസോഴ്സ് സെന്ററും പ്രവർത്തിച്ചു വരുന്നു. മാത്രമല്ല, കർഷകർക്ക് ദൂരസ്ഥിതി ചെയ്യുന്ന കൃഷിഭവനിൽ പോകാതെ തന്നെ കാര്യങ്ങൾ നേടിയെടുക്കുന്നതിനായി പഞ്ചായത്തിൽ പ്രവർത്തിക്കുന്ന ഫാർമർ ഫെസിലിറ്റേഷൻ സെന്ററിൽ എല്ലാ ബുധനാഴ്ചയും കൃഷി അസിസ്റ്റൻസിന്റെ സേവനവും ലഭ്യമാണ്. വയോജന സൗഹൃദ പഞ്ചായത്തിനുള്ള 2023-24 വർഷത്തെ സംസ്ഥാന അവാർഡ് എലിക്കുളം ഗ്രാമപഞ്ചായത്തിനാണ് ലഭിച്ചത്. വയോജന സൗഹൃദ പഞ്ചായത്തായി തിരഞ്ഞെടുക്കപ്പെട്ടതിൽ ഞാൻ പഞ്ചായത്ത് പ്രസിഡന്റ് ഷാജിയെ ഹൃദയത്തിൻ്റെ ഭാഷയിൽ അഭിനന്ദിക്കുകയാണ്. ഷാജിയുടെ പല പ്രവർത്തനങ്ങളും ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. മറ്റ് പഞ്ചായത്ത് പ്രസിഡന്റുമാരിൽ നിന്നും വ്യത്യസ്തമായി തരിശു കിടക്കുന്ന ഭൂമിയിൽ കൃഷി ചെയ്യുക, കാർഷിക മേഖലയിൽ വളരെ മുൻപോട്ട് പോകാൻ ഷാജി വഴി എലിക്കുളം പഞ്ചായത്തിന് കഴിഞ്ഞിട്ടുണ്ട്. അതുതന്നെ കാർഷിക മേഖലയിൽ ഇത്തരം കൃഷികളൊക്കെ ചെയ്യുമ്പോൾ അതിൻ്റെ വിപണനം ഒരു വലിയ പ്രശ്നമാണ്. ഇവിടെ ഇപ്പോൾ അതിന് വിപണനത്തിനുള്ള ഔട്ട്ലെറ്റ് കൂടി തുറന്നിട്ടുണ്ട് എന്നുള്ളത് അതിശയകരമായ ഒരു കാര്യമാണ്.
പഞ്ചായത്തിലെ 16 വാർഡുകളിലും വയോജന ക്ലബ്ബുകൾ നിറവ് അറ്റ് 60+ എന്ന പേരിൽ പഞ്ചായത്ത് തലത്തിൽ സമിതി, 4 പകൽ വീടുകൾ എന്നിവ പ്രവർത്തിച്ചു വരുന്നു. പനമറ്റം കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന സ്നേഹ വീടിന്റെ ഉദ്ഘാടനം ബഹുമാനപ്പെട്ട MP ജോസ് കെ മാണി നിർവഹിച്ചു. വയോജനങ്ങളെയും കൊണ്ട് ഉല്ലാസയാത്ര, വയോജന കലാകായിക മേള എന്നിവ എല്ലാ വർഷവും നടത്തിവരുന്നു. കൂടാതെ യോഗ പരിശീലനം, സോഷ്യൽ മീഡിയ ബാങ്കിംഗ് സംവിധാനം പരിചയപ്പെടുത്തൽ, മെഡിക്കൽ ക്യാമ്പുകൾ, ശില്പശാലകൾ എന്നിവ നടത്തിവരുന്നു. 1 ലോക്കൽ 1 ഐഡിയ OLOI പദ്ധതി പ്രകാരം കിലയുടെയും KDESKിന്റെയും സഹകരണത്തോടുകൂടി വയോജനങ്ങളെ സംബന്ധിച്ചുള്ള പ്രാഥമിക സർവേ പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിച്ചു. ഇതിനായി 100 സർവേ ടീമിനുള്ള പരിശീലനം പൂർത്തിയായി. MG യൂണിവേഴ്സിറ്റിയുമായി സഹകരിച്ചുകൊണ്ട് യൂണിവേഴ്സിറ്റി ഓഫ് ദി തേർഡ് ഏജ് U3A കേരളത്തിൽ ആദ്യമായി എലിക്കുളം പഞ്ചായത്തിൽ പ്രവർത്തനം ആരംഭിച്ചു. ആത്മവിശ്വാസത്തിൻ്റെ വാനിലുയരുകയാ. U3A പ്രവർത്തനം പൂർത്തീകരിച്ച കേരളത്തിലെ ആദ്യത്തെ പഞ്ചായത്തിനുള്ള ബഹുമതി MG യൂണിവേഴ്സിറ്റി വൈസ് ചാൻസലർ ഡോക്ടർ CT അരവിന്ദ് കുമാർ പഞ്ചായത്തിന് കൈമാറി. ഇവിടെ അതുപോലെ എലിക്കുളം പഞ്ചായത്തിന്റെ കാര്യം ഈ പറഞ്ഞതുപോലെ ഇവിടെ പഞ്ചായത്ത് പ്രസിഡന്റ് ഉണ്ട്, പഞ്ചായത്ത് മെമ്പേഴ്സും ഉണ്ട്. ഞാൻ അവിടെ പോയിരുന്നു. വലിയൊരു താല്പര്യം. ഒരുപക്ഷെ ഞാൻ അവിടെ ചെന്നപ്പോഴ് ഈ പഞ്ചായത്തിന്റെ, ഞാനത് പറയുകയും ചെയ്തു, സാധാരണ പഞ്ചായത്ത് ഓഫീസൊക്കെ നമ്മൾ ചെന്ന് കഴിഞ്ഞാൽ ഈ പഴയ 2 ടേബിളും അതിൽ പലപ്പോഴും അതൊക്കെ മാറി. ഓഫ്കോഴ്സ് പഞ്ചായത്തിന്റെ അവസ്ഥകളൊക്കെ മാറി. എന്നാൽ പോലും ഞാൻ അവിടെ ചെന്നപ്പം ഒരു വലിയ ടോപ്പ് ലെവൽ ഇൻഡസ്ട്രിയിൽ ചെന്നതുപോലെയാണ് അവിടുത്തെ ഓരോ കാര്യങ്ങളും. ആ രീതിയിൽ അവിടുത്തെ എൻട്രൻസ് മുതൽ കാര്യങ്ങൾ ചെയ്തിരിക്കുക. അപ്പോൾ തീർച്ചയായിട്ടും പ്രസിഡന്റും മെമ്പേഴ്സും ഒക്കെ അതിൽ വലിയ അർത്ഥത്തിൽ ആ രീതിയിൽ അഭിനന്ദനം അർഹിക്കുന്നവരാണ്. അത് നല്ല കാര്യമാണ്. അതാണ് ഒരു ഫേസ് എന്നുള്ളത്. തീർച്ചയായിട്ടും അങ്ങനെ തന്നെ വേണം. ആ ഒരു രീതിയിൽ അത് മാത്രമല്ല, അതൊരു ഓർണമെന്റൽ ഇത് മാത്രമല്ല, അതിൽ ഒരുപാട് ഞാൻ അന്ന് ചോദിച്ചിറങ്ങിയിരിക്കുന്ന ഒരുപാട് പ്രോഗ്രാംസ്, സമൂഹത്തിന് ആവശ്യമുള്ള ഒരുപാട് പ്രോഗ്രാം ഏറ്റെടുത്തിട്ടുള്ള ഒരു പഞ്ചായത്ത് കൂടിയാണ് എലിക്കുളം പഞ്ചായത്ത്. അവിടെ തീർച്ചയായിട്ടും യൂണിവേഴ്സിറ്റിയെ സ്വാഗതം ചെയ്തു എന്ന് പറയുന്നത് വലിയൊരു കാര്യമാണ്. അപ്പം ഞാനതിനെ കാണുന്നത് യൂണിവേഴ്സിറ്റി അങ്ങോട്ട് പോയതിനേക്കാൾ കൂടുതൽ യൂണിവേഴ്സിറ്റിയെ സ്വാഗതം ചെയ്തു എന്നുള്ള രീതിയിലാണ്. അതിന് യൂണിവേഴ്സിറ്റിയുടെ ഭാഗത്തു നിന്നുള്ള നന്ദി കൂടി ഞാൻ നിങ്ങളെ അറിയിക്കുകയാണ്. എല്ലാ ജനങ്ങളുടെയും സർവോത്മുഖമായ വികസനം ലക്ഷ്യമിട്ടുകൊണ്ട് ആരംഭിച്ച ശലഭഗ്രാമത്തിന്റെ ഔപചാരികമായ ഉദ്ഘാടനം ഓസ്ട്രിയൻ സർവകലാശാല പ്രൊഫസറായ ഡോക്ടർ മത്തിയാസ് ഷേറർ നിർവഹിച്ചു. Seniors here, she would be very, very happy because it's a sign that the living learning approach which she found comes to the village. Okay. ഈ റൂത്ത് ഫോൺ ഉണ്ടായിരുന്നെങ്കിൽ ഇവിടെ ഇരിക്കുന്ന ഈ കൊച്ചുകുട്ടികളെയും ഇടയ്ക്കിടയ്ക്ക് കാണുന്ന യുവാക്കളെയും ഈ മുതിർന്നവരെയും കാണുമ്പോൾ അവർ വളരെയേറെ സന്തോഷിച്ചതിനെ. കാരണം അവർ ആവിഷ്കരിച്ച
ജീവിക്കുന്ന ബോധനശാസ്ത്രം, ജീവിക്കുന്ന ക്ലാസ്സിലുമൊക്കെ നടക്കുന്ന ജീവിക്കുന്ന ബോധനശാസ്ത്രമല്ല, അത് സാധാരണക്കാരിലേക്ക് ഇറങ്ങി വരുന്നല്ലോ എന്ന് കണ്ട് അവർ സന്തോഷിച്ചേനെ. TCI, as we say today, TCI comes on different ways to the people. ഭിന്നശേഷിക്കാർ ഒറ്റയ്ക്കല്ല, അവരെ ചേർത്ത് പിടിച്ചുകൊണ്ട് നിരവധി പദ്ധതികളാണ് പഞ്ചായത്ത് ആസൂത്രണം ചെയ്ത് നടപ്പിലാക്കി വരുന്നത്. ഭിന്നശേഷിക്കാരുടെ കലാമേള, ഭിന്നശേഷിക്കാർക്കായി വിനോദയാത്ര, മറ്റ് വരുമാനപ്രദമായ പ്രവർത്തനങ്ങൾ, മെഡിക്കൽ ക്യാമ്പുകൾ എന്നിവ അവയിൽ ചിലതു മാത്രമാണ്. ഭിന്നശേഷിക്കാരിലെ കലാകാരന്മാരെ ചേർത്ത് നിർത്തിക്കൊണ്ട് സംസ്ഥാനത്ത് ആദ്യമായി മാജിക് വോയിസ് എന്ന പേരിൽ ഒരു ഗാനമേള ട്രൂപ്പിന് രൂപം നൽകി. നിലവിൽ നിരവധി വേദികളിലായി അനവധി പരിപാടികൾ അവർ അവതരിപ്പിച്ചു വരുന്നു. ഭിന്നശേഷിക്കാരുടെ ഗാനമേള ട്രൂപ്പ് ഒരുക്കുകയാണ് കോട്ടയം എലിക്കുളം ഗ്രാമപഞ്ചായത്ത്. പരിശീലനം പൂർത്തിയാക്കിയ സർവ്വസജ്ജമായ ട്രൂപ്പിൻ്റെ ഔദ്യോഗിക ഉദ്ഘാടനം നാളെ മന്ത്രി ഡോക്ടർ ആർ ബിന്ദു നിർവഹിക്കും. ഭിന്നശേഷിക്കാരുടെ കൂട്ടായ്മയ്ക്ക് വേണ്ടി പഞ്ചായത്ത് സംഘടിപ്പിച്ച വിനോദയാത്രയാണ് ഒരു ഗാനമേള ട്രൂപ്പിലേക്ക് വളർന്നു പോയത്. അരയ്ക്കു താഴേക്ക് വൈകല്യം ബാധിച്ച സുരേന്ദ്രൻ ചേട്ടൻ്റെ ഈ പോക്ക് ഒരു സ്വപ്നത്തിലേക്കാണ്. പോളിയോ ബാധിച്ച് ശരീരം പിന്നിലേക്ക് വളഞ്ഞുപോയ സുനീഷിനെ ആളുകൾ എടുത്തുകൊണ്ടു പോകുന്നതും അതേ സ്വപ്നത്തിലേക്ക് തന്നെ. വീടിന്റെ 4 ചുമരുകൾക്കുള്ളിൽ മൂളിപ്പാട്ട് പാടിയിരുന്നവരുടെ ശബ്ദം ഇനി ലോകം കേൾക്കും. ഭിന്നശേഷിക്കാരുടെ ഗാനമേള ട്രൂപ്പ് എന്ന ആശയം എലിക്കുളം പഞ്ചായത്തിൻ്റെതാണ്. ഭിന്നശേഷിക്കാർക്കായി പഞ്ചായത്ത് സംഘടിപ്പിച്ച വിനോദയാത്രയിൽ പാട്ട് പാടിയവരെ ഒരു കുടക്കീഴിലാക്കിയാണ് ട്രൂപ്പിന്റെ രൂപീകരണം. അസാമാന്യമായ ശേഷിയുള്ള ആളുകൾ നമ്മുടെ ഇടയിൽ ഉണ്ടെന്ന് മനസ്സിലാക്കിയതിന്റെ അടിസ്ഥാനത്തിലാണ് ഇങ്ങനെ ഒരു ആശയം നമ്മുടെ പഞ്ചായത്ത് കമ്മിറ്റി ഭിന്നശേഷി അതോടൊപ്പം തന്നെ വയോജനങ്ങളെ എല്ലാം കൂടെ കൂട്ടി യോജിപ്പിച്ചുകൊണ്ടൊരു ഗാനമേള ട്രൂപ്പിന് രൂപം കൊടുക്കണം. ഗാനമേള എന്നുമല്ല, ഒരു കലാസന്ധ്യ എന്നുള്ളതല്ല. സുനീഷാണ് മുഖ്യ ഗായകൻ. സ്വപ്നദൂരം എത്തിപ്പിടിക്കാൻ കഴിഞ്ഞതിന്റെ സന്തോഷത്തിലാണ് ഇവരുള്ളത്. വീടിന്റെ 4 മൂലയ്ക്ക് ആരാലും കാണാതെ നല്ല നല്ല കഴിവുകളുള്ള അനേകം ഭിന്നശേഷിക്കാരുണ്ട്. അവരെയൊക്കെ സമൂഹത്തിന്റെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരാനായിട്ട് പഞ്ചായത്ത് എടുക്കുന്ന എഫർട്ട് വളരെ അഭിനന്ദനീയമായിട്ടുള്ളൊരു കാര്യമാണ്. പഞ്ചായത്ത് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി സംഗീതോപകരണങ്ങൾ വാങ്ങി നൽകി. ഇവ പ്രവർത്തിപ്പിക്കാൻ മറ്റു പ്രമുഖ ട്രൂപ്പുകളിൽ പ്രവർത്തിക്കുന്നവരും മുന്നോട്ട് വന്നു. ഇങ്ങനൊരു കാര്യം പറഞ്ഞപ്പോൾ തന്നെ ഞങ്ങൾ ഓർത്ത് നല്ലൊരു പരിപാടിയാണല്ലോ, ഇങ്ങനെയുള്ളവർക്ക് നല്ലൊരു ചാൻസും പിന്നെ അവർക്ക് ആ ഒരു ഇതുകൊണ്ട് ഒരു എൻ്റർടൈൻമെൻ്റ് ആകട്ടെ എന്ന് വിചാരിച്ച് ഞങ്ങളും കൂടെ എല്ലാവരും കൂടെ കുറേ കുറച്ച് കലാകാരന്മാരെല്ലാം കൂടെ ഞങ്ങൾ ഓർഗനൈസുണ്ട്. എല്ലാവരും കൂടെ നല്ല രീതിക്ക് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കും. ട്രൂപ്പിന്റെ ഔദ്യോഗിക ഉദ്ഘാടനം നാളെ മന്ത്രി ആർ ബിന്ദു നിർവഹിക്കും. ഗാനമേളയ്ക്ക് പുറമെ മറ്റു കഴിവുള്ളവരെ കൂടി ഉൾക്കൊള്ളിച്ച് മെഗാ ഷോ ഒരുക്കാനും പഞ്ചായത്തിന് ആലോചനയുണ്ട്. 24 കോട്ടയം. ട്രൂപ്പിന്റെ ഔപചാരികമായ ഉദ്ഘാടനം ബഹുമാനപ്പെട്ട ഉന്നത വിദ്യാഭ്യാസ സാമൂഹ്യ ക്ഷേമ വകുപ്പ് മന്ത്രി ഡോക്ടർ ആർ ബിന്ദു നിർവഹിച്ചു. ഇപ്പോൾ ശാരീരികമായിട്ടുള്ള വലിയ പരിമിതിയെ അതിജീവിച്ചുകൊണ്ടാണ് ആത്മവിശ്വാസത്തിന്റെയും ദൃഢനിശ്ചയത്തിന്റെയും കരുത്തോടു കൂടി സുനീഷ് നമ്മുടെ മുന്നിൽ മനോഹരമായിട്ട് പാട്ടുപാടിയത്. ഹെലൻ കെല്ലർ കവിതകാരൻ ചെവി കേൾക്കുക സംസാരിക്കുകയും ചെയ്യാൻ കഴിയാതിരുന്ന ഹെലൻ കെല്ലർ ഈ ലോകം മുഴുവൻ നടന്നാണ് ഭിന്നശേഷിക്കാരുടെ അവകാശങ്ങൾക്ക് വേണ്ടി പ്രവർത്തിച്ചത്. വീൽ ചെയറിൽ
ഇരുന്നു കൊണ്ടാണ് ഈ അനന്തമായ നമ്മുടെ പ്രകൃതിയെ കുറിച്ചുള്ള ശാസ്ത്ര രഹസ്യങ്ങൾ സ്റ്റീഫൻ ഹോക്കിൻസ് ഈ മനുഷ്യരാശിക്ക് വിശദീകരിച്ചു കൊടുത്തത്. ഈ പഞ്ചായത്ത് മാതൃകാപരമായ ഒരു പ്രൊജക്റ്റാണ് മുന്നോട്ട് വെച്ചിട്ടുള്ളത്. സംസ്ഥാനത്തെ മുഴുവൻ പഞ്ചായത്തുകൾക്കും മാതൃകയാക്കാവുന്ന ഒരു പദ്ധതിയാണിത്. ബഹുമാനപ്പെട്ട പഞ്ചായത്ത് പ്രസിഡന്റിന്റെ വാക്കുകളിൽ അദ്ദേഹത്തിന്റെ ഹൃദയം ഞാൻ വായിച്ചെടുത്തു. വളരെ ആത്മാർത്ഥമായിട്ട്, വളരെ ആർജവത്തോടു കൂടി ഈ പാവപ്പെട്ട മനുഷ്യരോടൊപ്പം നിൽക്കാൻ ഈ പഞ്ചായത്ത് അതിന്റെ നേതൃത്വം കാണിച്ചിട്ടുള്ള പ്രതിബദ്ധത അത് വീണ്ടും വീണ്ടും എടുത്തു പറയേണ്ട ഒരു കാര്യമായി തന്നെ ഞാൻ കരുതുകയാണ്. കോട്ടയം എലിക്കുളത്ത് ഭിന്നശേഷിക്കാർക്കും വയോജനങ്ങൾക്കുമായി പഞ്ചായത്ത് രൂപീകരിച്ച ഗാനമേള ട്രൂപ്പിന് ഉജ്ജ്വല തുടക്കം. ഉദ്ഘാടകയായി എത്തിയ മന്ത്രി ആർ ബിന്ദു ജനപ്രതിനിധികൾക്കും വയോജനങ്ങൾക്കുമൊപ്പം ചുവടുവെച്ചാണ് ഉദ്ഘാടന ചടങ്ങ് അവിസ്മരണീയമാക്കിയത്. അരങ്ങിൽ പാടിത്തകർക്കുന്ന ഭിന്നശേഷിക്കാരായ കലാകാരന്മാർ, സദസ്സിൽ പാട്ടിനൊപ്പിച്ച് ചുവടുവയ്ക്കുന്ന മന്ത്രിയും സംഘവും. രസകരമായിരുന്നു മാജിക് വോയിസ് എന്ന പേരിൽ എലിക്കുളം പഞ്ചായത്ത് ഭിന്നശേഷിക്കാർക്കായി ഒരുക്കിയ ഗാനമേള ട്രൂപ്പിന്റെ ഉദ്ഘാടന ചടങ്ങ്. അരയ്ക്ക് താഴോട്ട് തളർന്നു പോയവരടക്കം ശാരീരിക പരിമിതികൾ മൂലം വീടിന്റെ 4 ചുവരുകൾക്കുള്ളിൽ ഒതുങ്ങിപ്പോയവർക്കായാണ് ഗ്രാമപഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ ഗാനമേള ട്രൂപ്പ് സംഘടിപ്പിച്ചത്. പഞ്ചായത്തിന്റെ പദ്ധതി വിഹിതത്തിൽപ്പെടുത്തിയാണ് ട്രൂപ്പിനുള്ള സംഗീതോപകരണങ്ങൾ വാങ്ങി നൽകിയത്. സർഗാത്മകത പ്രകടിപ്പിക്കുന്നതിന് ഒരു വേദി സൃഷ്ടിക്കുന്നു എന്ന് മാത്രമല്ല, അവർക്ക് വരുമാനദായകമായിട്ടുള്ള ഒരു പദ്ധതി കൂടിയായി അത് മാറുകയാണ്. കേരളത്തിൽ ആദ്യമായാണ് ഒരു പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ ഭിന്നശേഷി കലാകാരന്മാർക്കായി സംഗീത ട്രൂപ്പ് സംഘടിപ്പിക്കുന്നതെന്നും പഞ്ചായത്ത് അവകാശപ്പെട്ടു. ഏഷ്യാനെറ്റ് ന്യൂസ്, കോട്ടയം. പഞ്ചായത്തിലെ 252ഓളം വരുന്ന പാലിയേറ്റീവ് രോഗികൾക്ക് ഹോം കെയർ സംവിധാനത്തിനായി നഴ്സ്, ആംബുലൻസ് എന്നിവയുടെ സഹായത്തോടുകൂടി ആഴ്ചയിൽ ഒരിക്കൽ വീടുകളിലെത്തി പരിചരണം നടത്തിവരുന്നു. കൂടുതൽ സേവനങ്ങൾക്കായി CHC കേന്ദ്രീകരിച്ച് സെക്കൻഡറി പാലിയേറ്റീവ് സംവിധാനവും ലഭ്യമാണ്. പഞ്ചായത്തിലെ മുഴുവൻ കിഡ്നി രോഗികൾക്ക് ഡയാലിസിസ് കിറ്റും ക്യാൻസർ രോഗികൾക്ക് മരുന്നും സൗജന്യമായി പഞ്ചായത്ത് നൽകി വരുന്നു.
ഇതിന്റെ ഔപചാരികമായ ഉദ്ഘാടനം ബഹുമാനപ്പെട്ട സഹകരണ വകുപ്പ് മന്ത്രി BN വാസവൻ നിർവഹിച്ചു. ജനകീയാസൂത്രണത്തിൽപ്പെടുത്തി ഈ പഞ്ചായത്തിൽ മാരകമായ രോഗങ്ങൾ ബാധിക്കുന്നവരെ ആശ്വസിപ്പിക്കാനും സഹായിക്കാനും വേണ്ടിയുള്ള പദ്ധതിയുടെ ഔപചാരികമായ ഉദ്ഘാടനമാണ് നടക്കുന്നത്. നമ്മുടെ സമൂഹത്തിൽ ഏറ്റവും കൂടുതൽ ക്യാൻസർ പേഷ്യൻസ് ഒക്കെ പെരുകിക്കൊണ്ടിരിക്കുന്ന സന്ദർഭമാണ്. പാലിയേറ്റീവ് രോഗികളുടെ സ്നേഹസംഗമം, പാലിയേറ്റീവ് വാളണ്ടിയർമാരുടെ പരിശീലനം, ബൈസ്റ്റാൻഡേഴ്സിനായുള്ള പരിശീലനം എന്നിവയും നൽകി വരുന്നു. പുതിയ തലമുറയെ പാലിയേറ്റീവ് പ്രവർത്തകരാക്കി മാറ്റുന്നതിനായി പഞ്ചായത്തിലെ 10 സ്കൂളുകളിൽ സ്റ്റുഡന്റ് പാലിയേറ്റീവ് പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിച്ചു. പ്രസ്തുത പരിപാടിയുടെ ഉദ്ഘാടനം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീമതി KV ബിന്ദു ഉദ്ഘാടനം ചെയ്തു. സ്ത്രീകളുടെ സാമൂഹ്യ അവസ്ഥ പഠിക്കുന്നതിനായി കിലയുമായി സഹകരിച്ച് സ്ത്രീ പദവി പഠനം പൂർത്തീകരിച്ച് പഞ്ചായത്താണ് എലിക്കുളം. പഠനത്തിൽ നിന്നും കണ്ടെത്തിയ കാര്യങ്ങൾ വെച്ച് സ്ത്രീകളുടെ സാമ്പത്തിക ശാക്തീകരണത്തിനായി നിരവധി പദ്ധതികളാണ് പഞ്ചായത്ത് ആസൂത്രണം ചെയ്ത് നടപ്പിലാക്കിയത്. നെറ്റ് സീറോ കാർബൺ കേരള പദ്ധതിയുടെ ഭാഗമായി ഫിലമെന്റ് രഹിത പഞ്ചായത്താകാൻ ഒരുങ്ങി എലിക്കുളം ഗ്രാമപഞ്ചായത്ത്. കേറ്ററിംഗ് യൂണിറ്റുകൾ, LED ബൾബ് നിർമ്മാണ യൂണിറ്റ്, സോപ്പ് നിർമ്മാണ യൂണിറ്റ്, കമ്പ്യൂട്ടർ സെന്റർ, വനിതാ ഹോട്ടൽ, റെഡിമെയ്ഡ് ഗാർമെന്റ് യൂണിറ്റുകൾ, ബേക്കറി ഉൽപ്പന്ന നിർമ്മാണം, കറി പൗഡർ നിർമ്മാണ യൂണിറ്റ് എന്നിവ ഇതിൽ ചിലത് മാത്രമാണ്. സ്ത്രീകൾ ഉണ്ടാക്കുന്ന ഉൽപ്പന്നങ്ങൾക്ക് വിപണി കണ്ടെത്തുന്നതിന് കുടുംബശ്രീ വിപണന കേന്ദ്രത്തിന് തുടക്കം കുറിച്ചു. ഇതിന്റെ ഉദ്ഘാടനം ബഹുമാനപ്പെട്ട കോട്ടയം MP ശ്രീ തോമസ് ചാഴിക്കാടൻ നിർവഹിച്ചു. സ്വയം പര്യാപ്തതയുടെ 1/4 നൂറ്റാണ്ട് പിന്നിട്ട ഈ അവസരത്തിൽ എലിക്കുളം കുടുംബശ്രീ ഈ വർഷത്തെ വിപണന മേള മികച്ച രീതിയിൽ നടത്താനാണ് ഉദ്ദേശിച്ചിരിക്കുന്നത്. അതിൻ്റെ ഭാഗമായിട്ട് നമ്മുടെ കുടുംബശ്രീ അംഗങ്ങൾക്ക് നൽകിയ പരിശീലനത്തിൻ്റെ ആഭിമുഖ്യത്തിൽ അവർ ഉണ്ടാക്കിയ ഉൽപ്പന്നങ്ങൾ വിറ്റഴിക്കുന്നതിന് വേണ്ടി നമ്മളൊരു വിപണന കേന്ദ്രം ഇന്നിവിടെ തുടങ്ങുകയാണ്. അതിൻ്റെ ഉദ്ഘാടനവും വിപണന കേന്ദ്രത്തിൻ്റെ ഉദ്ഘാടനവും അതുപോലെ തന്നെ വിഷുചന്തയുടെ ഉദ്ഘാടനം ഇന്ന് ഈ അവസരത്തിൽ നടക്കുന്നു. വനിതകളുടെ മാനസികവും ശാരീരികവുമായ കഴിവുകൾ വികസിപ്പിക്കുന്നതിന് കൊറിയൻ ആയോധന കലയായ തായ്ക്കൊണ്ട പരിശീലനം, സൂംബ ഡാൻസ്, യോഗ പരിശീലനം എന്നിവ നടത്തിവരുന്നു. സമ്പൂർണ്ണ ശുചിത്വ കാഴ്ചപ്പാട് ഉയർത്തിപ്പിടിച്ചുകൊണ്ട് പഞ്ചായത്തിലെ എല്ലാ വീടുകളിലും ജൈവമാലിന്യ സംസ്കരണത്തിനായി കിച്ചൺ ബിൻ, ബയോബിൻ, ബയോഗ്യാസ് പ്ലാന്റ് എന്നിവ വ്യാപകമായി നൽകി വരുന്നു. ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പുമായി ബന്ധപ്പെട്ട് എല്ലാ വാർഡുകളിലും സോക്ക് പിറ്റ്, വേസ്റ്റ് ബിൻ എന്നിവ സൗജന്യമായി നിർമ്മിച്ചു നൽകുന്നു. അജൈവ മാലിന്യ പരിപാലനവുമായി ബന്ധപ്പെട്ട് 24ഓളം വരുന്ന ഹരിതകർമ്മ സേനാംഗങ്ങൾ മാതൃകാപരമായ പ്രവർത്തനമാണ് കാഴ്ചവെക്കുന്നത്. കേരള സർക്കാരിൻ്റെ മുന്നോട്ടുള്ള ഇനി നാടിനെ സംരക്ഷിക്കുക എന്നുള്ള ഒരു ആശയം നടപ്പിലാക്കുന്നതിൻ്റെ ഭാഗമായിട്ട് ഹരിത കേരളം എന്ന പേരിൽ നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ യജ്ഞത്തിൽ എലിക്കുളം പഞ്ചായത്ത് വളരെ സജീവമായിട്ട് പങ്കെടുക്കുന്നു എന്നറിയുന്നതിൽ സന്തോഷമുണ്ട്. എലിക്കുളം പഞ്ചായത്തിൽപ്പെട്ട ഇളങ്കുളം ഇടവകപ്പള്ളിയിൽ 2021 ദൈവാലയ തിരുനാൾ ഹരിത കേരളത്തിൻ്റെ എല്ലാ പ്രോട്ടോക്കോളും പാലിച്ച് കോവിഡ് നിയന്ത്രണങ്ങളുടെ പ്രോട്ടോക്കോൾ അനുസരിച്ചാണ് എല്ലാം ക്രമീകരിച്ചിരിക്കുന്നത്. നാടിന് അതുപോലെ പ്രകൃതിക്ക് ഹാനികരമാകുന്ന യാതൊരു വിധത്തിലുള്ള പ്ലാസ്റ്റിക്കോ അങ്ങനെ അജൈവ മാലിന്യങ്ങളൊന്നും ഉപയോഗിക്കാതെ തിരുനാൾ നടത്തുക എന്നൊരു ലക്ഷ്യമാണ് പള്ളി കമ്മിറ്റി എടുത്തിരിക്കുന്നത്. അതുകൊണ്ട് ഒരു പ്രാവശ്യം മാത്രം ഉപയോഗിച്ച് കളയാവുന്ന പ്ലാസ്റ്റിക്കുകളോ അതുമായിട്ട് അനുബന്ധ സാധനങ്ങളോ നമ്മൾ ഉപയോഗിക്കുന്നില്ല. തോരണങ്ങൾ അങ്ങനെയുള്ള പ്ലാസ്റ്റിക്കുമായി ബന്ധപ്പെട്ട സംഗതികളൊക്കെ നമ്മൾ ഒഴിവാക്കിയിട്ടുണ്ട്.
അതുപോലെ തന്നെ ആളുകളെ ബോധവൽക്കരണത്തിൻ്റെ ഭാഗമായിട്ട് നോട്ടീസിലും ഈ കാര്യങ്ങളെല്ലാം ചേർത്തിട്ടുണ്ട്. അപ്പം അതുകൊണ്ട് ആളുകൾ ആ ഒരു ബോധവൽക്കരണ ശൈലിയിൽ തന്നെയാണ് കർമ്മങ്ങൾക്കൊക്കെ വരുന്നത്. അതുപോലെ കോവിഡ് പ്രോട്ടോകോൾ പാലിക്കാനും ഒക്കെ അങ്ങേയറ്റം ആളുകൾ ആൾ നിയന്ത്രണത്തോടു കൂടിയാണ് ഈ തിരുനാൾ നടത്തുന്നത്. ഇതിന് നേതൃത്വം നൽകുന്ന എലിക്കുളം ഗ്രാമപഞ്ചായത്തിൻ്റെ പ്രസിഡന്റ് ഷാജി, അതുപോലെ മറ്റ് മെമ്പേഴ്സ്, ഹരിത കേരളത്തിൻ്റെ വോളണ്ടിയേഴ്സായിട്ടുള്ള കർമ്മസേന, അവരെല്ലാം ഈ ഒരു കാര്യത്തിന് യജ്ഞത്തിന് വേണ്ടി ഒത്തിരിയേറെ നാളുകൾക്ക് മുമ്പേ, ആഴ്ചകൾക്ക് മുമ്പേ തയ്യാറായി പള്ളിയുമായിട്ട് ബന്ധപ്പെടുകയൊക്കെ ചെയ്തിരുന്നു. അതുകൊണ്ട് ഇവരുടെ എല്ലാം യജ്ഞത്തിനോട് കേരള ഗവൺമെൻറ്റിൻ്റെ ഈ പരിശ്രമത്തോട് എലിക്കുളം ഇടവക സമൂഹവും ഈ പ്രദേശവും ഈ തിരുനാളിൽ സഹകരിക്കുന്നു എന്നറിയിക്കുന്നതിൽ സന്തോഷമുണ്ട്. നിങ്ങളുടെ എല്ലാവരുടെയും അനുവാദത്തോടുകൂടെ ഈ ഹരിത കേരളം എന്ന പദ്ധതി ഈ ദേവാലയത്തിൽ പ്രായോഗികമായി നടപ്പിലാക്കുന്ന ഈ പ്രോഗ്രാം ഉദ്ഘാടനം ചെയ്തതായിട്ട് ഞാൻ അറിയിക്കുകയും ചെയ്യുന്നു. ഹരിതകർമ്മ സേനാംഗങ്ങളുടെ നേതൃത്വത്തിൽ മാലിന്യ സംസ്കരണ ഉപകരണങ്ങൾ വിറ്റഴിക്കുന്നതിനായിട്ടുള്ള ഹരിത സഹായ കേന്ദ്രത്തിന് തുടക്കം കുറിച്ചു. ഇതിന്റെ ഔപചാരികമായ ഉദ്ഘാടനം ബഹുമാനപ്പെട്ട MP ശ്രീ തോമസ് ചാഴിക്കാടൻ നിർവഹിച്ചു. എലിക്കുളം പഞ്ചായത്തിലെ ഹരിതകർമ്മ സേന വളരെ മനോഹരമായ പ്രവർത്തനങ്ങളാണ് ഇപ്പോൾ കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്നത്. ഇവിടെ പഞ്ചായത്ത് പ്രസിഡന്റ് സൂചിപ്പിച്ചതുപോലെ ഇന്ന് നമ്മുടെ രാജ്യത്തെന്നല്ല ലോകത്തെമ്പാടും നേരിടുന്ന ഏറ്റവും വലിയ ഒരു പ്രശ്നമാണ് മാലിന്യ സംസ്കരണം, പരിസ്ഥിതി മലിനീകരണം. ആ പരിസ്ഥിതി മലിനീകരണത്തെ ഒഴിവാക്കാൻ മാലിന്യ സംസ്കരണം അത് വളരെ വിജയകരമായി നടപ്പാക്കുവാനുള്ള എലിക്കുളം പഞ്ചായത്തിലെ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്നത് ഇവിടുത്തെ ഹരിതകർമ്മ സേനയാണെന്ന് മനസ്സിലാക്കുന്നു. അവരുടെ പ്രവർത്തനങ്ങൾ വളരെ മനോഹരമായി മുമ്പോട്ട് പോകുമ്പോൾ അവർക്ക് ഒരു ഉപജീവന മാർഗം എന്ന നിലയിൽ ഇന്ന് ഹരിത സാങ്കേതിക കേന്ദ്രം ഇവിടെ ആരംഭിക്കുകയാണ്. ആ ഹരിത സാങ്കേതിക കേന്ദ്രത്തിൻ്റെ പ്രവർത്തനങ്ങളിലൂടെ ഈ ഹരിതകർമ്മ സേനയുടെ പ്രവർത്തനങ്ങൾ കൂടുതൽ മനോഹരമായി മുമ്പോട്ട് പോകട്ടെ എന്ന് ആശംസിക്കുന്നു. അവർക്കൊരു ഉപജീവന മാർഗം ഉണ്ടാക്കുവാൻ വേണ്ടിയിട്ട് ITRC നടപ്പാക്കുന്ന വിവിധ പ്രോഡക്റ്റുകളുടെ വിപണനവും ഇവിടെ നടക്കുന്നുണ്ട്. അതിലൂടെ ഈ ഹരിതകർമ്മ സേനയുടെ പ്രവർത്തനങ്ങൾ കൂടുതൽ മനോഹരമായി വിജയകരമായി മുമ്പോട്ട് പോകട്ടെ എന്ന് ആശംസിക്കുന്നു. ഹരിത സാങ്കേതിക കേന്ദ്രത്തിന്റെ ഔപചാരികമായ ഉദ്ഘാടനം നിർവഹിച്ചതായി അറിയിക്കുന്നു. നന്ദി. അസാക്ക എന്ന് പറഞ്ഞാൽ ഹരിത സാങ്കേതിക കേന്ദ്രം എന്നുള്ളതാണ്. അപ്പോൾ ഈ ഐഡിയ വന്നു വെച്ചാൽ ഹരിതകർമ്മ സേനയെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഒരു വരുമാനം അത് അവർക്ക് കിട്ടുന്ന ഈ യൂസർ ഫീയിൽ നിന്നുള്ള വരുമാനം മാത്രമാണ്. അപ്പോൾ അവരെ ഒരു സുസ്ഥിര വരുമാനത്തിലേക്ക് എത്തിക്കുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടിയാണ് നമ്മൾ പല സംരംഭ ഗ്രൂപ്പുകൾ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ വെളിച്ചത്തിൽ IRTCയുടെ ഒരു പ്രൊജക്റ്റായിട്ട് ഇവരുടെ വരുമാനം ഒരു സുസ്ഥിര വരുമാനത്തിലേക്ക് നീക്കാൻ വേണ്ടിയിട്ട് IRTCയുടെ അവിടെയുള്ള കുറേ പ്രൊഡക്റ്റുകൾ ഇവർക്ക് നൽകിക്കൊണ്ട് അത് വിപണിയിൽ എത്തിച്ചുകൊണ്ട് അവർക്ക് അതിൽ നിന്നുള്ള ഒരു ലാഭം കൊണ്ട് അവരുടെ വരുമാനം സുസ്ഥിരമാക്കുക എന്നുള്ള ഒരു ലക്ഷ്യത്തോടു കൂടിയാണ് ഈ ഹരിത സാങ്കേതിക കേന്ദ്രം. അപ്പോൾ ഇത് മാത്രമല്ല ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ നമ്മുടെ ബയോഗ്യാസ് പ്ലാന്റിൻ്റെ ഒരു മോഡൽ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇവരെ സാങ്കേതികമായി ഉയർത്തുക എന്നുള്ളത് ഇവരുടെ കേവലം ഒരു നമ്മൾ പ്ലാസ്റ്റിക് മാലിന്യം ശേഖരിക്കുന്ന ആളുകളിൽ നിന്ന് ഉയർന്ന് അവരെ ഒരു സാങ്കേതിക മികവുള്ള ഒരു ജനതയാക്കി മാറ്റുക എന്നുള്ളതാണ് നമ്മുടെ ആത്യന്തികമായ ലക്ഷ്യം. അപ്പോൾ അതിനാണ് ബയോഗ്യാസ് പ്ലാന്റ് ആവശ്യമുള്ളവർക്ക് IRTCയുടെ ആൾക്കാരെത്തി ഇവരുടെ കൂടെ നിന്നുകൊണ്ട് ഇവരെ ചെയ്ത് കാണിച്ചു കൊടുക്കും എങ്ങനെയാണൊരു നമ്മുടെ ബയോഗ്യാസ് പ്ലാന്റ് ഇൻസ്റ്റാൾ ചെയ്യുന്നതെന്നുള്ളത്. അപ്പോൾ അത് 1-2 തവണ കഴിയുമ്പോൾ അവരതിന് സ്വയം പ്രാപ്തരാകും. അതുപോലെ തന്നെ പഞ്ചായത്തുകളുടെ പ്രൊജക്റ്റുകളുണ്ട്, മഴവെള്ള സംഭരണി അല്ലെങ്കിൽ കിണർ റീചാർജിങ് ഇങ്ങനെയുള്ള സംരംഭങ്ങൾ. അപ്പോൾ അതുമൊക്കെ സാങ്കേതികമായി ഇവരെ ഉയർത്തി അതിന് പ്രാപ്തരാക്കുക, അതുവഴി കൂടുതൽ വരുമാനത്തിലേക്ക് അവരുടെ വരുമാനം സുസ്ഥിരമാകുക എന്നുള്ള ലക്ഷ്യത്തിലേക്കാണ് ഈ ഹരിത സാങ്കേതിക കേന്ദ്രം കൊണ്ടുവന്നിട്ടുള്ളത്. അത് നമ്മുടെ പഞ്ചായത്തിലും ഇന്നത്തെ ദിവസം ഉദ്ഘാടനം ചെയ്യുകയാണ്. ഇപ്പോൾ നമ്മുടെ കേരളത്തിൽ എല്ലായിടത്തും എല്ലാ പഞ്ചായത്തുകളിലും ഇപ്പോൾ ഈ ഹരിത സാങ്കേതിക കേന്ദ്രത്തിന്റെ പ്രവർത്തനം തുടങ്ങിക്കഴിഞ്ഞു, പല പഞ്ചായത്തുകളിലും തുടങ്ങിക്കഴിഞ്ഞു. അപ്പോൾ ഇന്ന് വിപുലമായ പരിപാടിയോടുകൂടി നമ്മുടെ പഞ്ചായത്തിൽ അതിനൊരു തുടക്കം കുറിക്കുകയാണ്. നമുക്ക് പറയാനുള്ളത് നമ്മുടെ പഞ്ചായത്തിലെ എല്ലാ ആൾക്കാരുടെയും സഹകരണം അതിലുണ്ടാകണം എന്നുള്ളതാണ്. അപ്പം വിവിധ തരം പ്രൊഡക്റ്റുകളുണ്ട്, ഇവർ തന്നെ ഉണ്ടാക്കുന്ന ഇത് കൂടാതെ ഇന്നിപ്പോൾ നമ്മൾ ഉദ്ഘാടനം കഴിഞ്ഞ് ഇവരുടെ പ്രൊഡക്റ്റുകൾ വേറെ വരും. അപ്പോൾ എല്ലാത്തിനും നമ്മുടെ ആൾക്കാരുടെ ഒരു സഹകരണം ഉണ്ടാകണമെന്ന് മാത്രമാണ്. എൽട്രോണുമായി സഹകരിച്ച് ഹരിതമിത്രം ആപ്പ് വഴി എല്ലാ വീടുകളിലും സ്ഥാപനങ്ങളിലും QR കോഡ് ഒട്ടിച്ച് യൂസർ ഫ്രീ കണക്ഷൻ ഫലപ്രദമായി പ്രവർത്തിച്ചു വരുന്നു.
റബ്ബർ പ്രധാന കൃഷിയായ പഞ്ചായത്തിൽ റബ്ബറിന്റെ വിലക്കുറവ് കർഷകരെ ബാധിക്കാത്ത രീതിയിൽ റബ്ബറിനെ നിലനിർത്തിക്കൊണ്ട് റബ്ബർ തോട്ടത്തിൽ മറ്റു വരുമാനദായകമായ പ്രവർത്തനങ്ങൾക്കാണ് പഞ്ചായത്ത് ഊന്നൽ നൽകിയത്. റബ്ബർ തോട്ടത്തിൽ തേൻ കൃഷി, ശുദ്ധജല മത്സ്യകൃഷി, റബ്ബർ തോട്ടത്തിൽ കോഴി വളർത്തൽ, ആട് വളർത്തൽ, പോത്തു വളർത്തൽ, കാപ്പി കൃഷി, ഔഷധ സസ്യകൃഷി എന്നിവയ്ക്ക് തുടക്കം കുറിച്ചു. കാർഷിക കർമ്മസേനയുടെ നേതൃത്വത്തിലാണ് ഈ പ്രവർത്തനങ്ങൾ നടന്നുവരുന്നത്. പുതിയ തലമുറയെ കൃഷിയിലേക്ക് കൊണ്ടുവരുന്നതിനായി ഒരു സ്കൂളിൽ കൃഷിയിൽ താൽപ്പര്യമുള്ള 30 കുട്ടികളെ തയ്യാറാക്കി അവർക്ക് യൂണിഫോമും പരിശീലനവും നൽകി സ്റ്റുഡൻസ് ആർമിക്ക് തുടക്കം കുറിച്ചു. പ്രസ്തുത പരിപാടിയുടെ ഔപചാരികമായ ഉദ്ഘാടനം ബഹുമാനപ്പെട്ട കൃഷിമന്ത്രി ശ്രീ പി പ്രസാദ് നിർവഹിച്ചു. ഒരുപാട് കാര്യങ്ങൾ നടപ്പിലാക്കുന്നു ഈ പഞ്ചായത്തിൽ എന്നുള്ളത് കൊണ്ടാണ് ഞാൻ അത്രയും പറഞ്ഞു പോയത്. ഈ കുഞ്ഞുങ്ങളെ ഹൃദയം നിറഞ്ഞ് അഭിനന്ദിക്കുന്നു. കുഞ്ഞു കരങ്ങൾ ഈ രംഗത്തേക്ക് ഇറങ്ങിയാൽ കേരളത്തിൻ്റെ കാർഷിക മേഖല പച്ച പിടിക്കുക തന്നെ ചെയ്യും. അവരെയും അഭിനന്ദിക്കുന്നു. ഈ പരിപാടിയിൽ പങ്കെടുത്ത എല്ലാവർക്കും നന്മകൾ നേർന്നുകൊണ്ട് ഞാൻ എൻ്റെ വാക്ക് അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം. പഞ്ചായത്തിലെ കർഷകരുടെ ഉൽപ്പന്നങ്ങൾക്ക് വിപണി ഉറപ്പാക്കുന്നതിന് ചൊവ്വ വ്യാഴം ദിവസങ്ങളിൽ കാർഷിക കൂട്ടായ്മകൾ നേതൃത്വം നൽകുന്ന 2 കാർഷിക ചന്തകൾ നടന്നുവരുന്നു. കൃഷി വകുപ്പിന്റെ സഹകരണത്തോടുകൂടി ഒരു ഫാർമർ പ്രൊഡ്യൂസിംഗ് കമ്പനിക്ക് രൂപം നൽകിക്കഴിഞ്ഞു. സ്റ്റുഡൻസ് ഗ്രീൻ ആർമിയുടെ നേതൃത്വത്തിൽ എല്ലാ സ്കൂളുകളിലും മാതൃകാപരമായി പച്ചക്കറി കൃഷി ചെയ്തു വരുന്നു. ഇതിന്റെ ഉദ്ഘാടനം ബഹുമാനപ്പെട്ട മന്ത്രി ശ്രീ റോഷി ആഗസ്റ്റിൻ നിർവഹിച്ചു. കർഷകർക്ക് അവരുടെ കൃഷിരീതികളും ഫാമും ടൂറിസ്റ്റുകൾക്ക് പരിചയപ്പെടുത്തിക്കൊണ്ട് ഫാം ടൂറിസം പദ്ധതിക്കും തുടക്കം കുറിച്ചു. 12ഓളം ഡെസ്റ്റിനേഷനുകൾ ഇതിനായി പഞ്ചായത്ത് അടയാളപ്പെടുത്തിയിട്ടുണ്ട്. കാഞ്ഞിരപ്പള്ളി താലൂക്കിലെ ഏക പാടശേഖരമാണ് എലിക്കുളം കാപ്പുക്കയം പാടശേഖരം. 5 ഏക്കറായി ചുരുങ്ങിയ പാടശേഖരം പഞ്ചായത്തിന്റെ ഇടപെടലോടുകൂടി 41 ഏക്കറിലേക്ക് കൃഷി വ്യാപിപ്പിക്കുകയും അവിടെ ഉൽപ്പാദിപ്പിക്കുന്ന അരി എലിക്കുളം റൈസ് എന്ന പേരിൽ മാർക്കറ്റ് ചെയ്യുകയും ചെയ്തു വരുന്നു. എലിക്കുളം കാപ്പുകയം പാടശേഖരം എലിക്കുളം പഞ്ചായത്തിൽ വളരെ വർഷങ്ങളായി തരിശ് കിടക്കുന്ന ഒരു സാഹചര്യമായിരുന്നു ഉണ്ടായിരുന്നത്. അത് നമ്മൾ പഞ്ചായത്തും ഗവൺമെൻറ്റും എല്ലാം ഇടപെട്ട് കർഷകരെല്ലാം പാടശേഖര സമിതിയുടെ നേതൃത്വത്തിൽ 40 ഏക്കർ മേഖലയിൽ കൊയ്ത്ത് നടക്കുകയാണ്, കൃഷി നടക്കുകയാണ്. അതിൻ്റെ ഭാഗമായുള്ള കൊയ്ത്തുത്സവമാണ് ഇന്ന് നടന്നത്. ഈ കൊയ്ത്തുത്സവവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മൾ സ്കൂളുകളുമായി ബന്ധപ്പെട്ട് ഒരുപാട് പരിപാടികൾ നമ്മൾ ചെയ്യുന്നുണ്ട്. അതിൽ നമ്മൾ ഏറ്റവും പ്രധാനം സ്കൂൾ കുട്ടികൾക്ക് ഈ നമ്മുടെ കൃഷിയെ പരിചയപ്പെടുന്നതിൻ്റെ ഭാഗമായി ഞങ്ങളും കൃഷിയിലേക്ക് എന്നുള്ള നിലയിൽ കുട്ടികളും കൃഷിയിലേക്ക് വരുന്നതിൻ്റെ ഭാഗമായി ഹരിത കർമ്മസേന, അതിൻ്റെ ഭാഗമായി ഗ്രീൻ ആർമി എന്നാണ് നമ്മൾ അവരെ കുട്ടികൾക്ക് പേരിട്ടിരിക്കുന്നത്. ആ ഗ്രീൻ ആർമി ഒരു സ്കൂളിൽ 50 കുട്ടികൾ വെച്ച് 500ഓളം കുട്ടികൾ ഗ്രീൻ ആർമിയുടെ ഭാഗമുണ്ട്. അവർക്ക് കൃഷിയെ സംബന്ധിച്ച് നമ്മൾ പരിചയപ്പെടുത്തുന്നുണ്ട്, അവർക്ക് കാർഷിക ഉപകരണങ്ങൾ കൊടുക്കുന്നുണ്ട്, അവർക്ക് യൂണിഫോം കൊടുക്കുന്നുണ്ട്. അതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിൽ ഇന്ന് അവരെല്ലാം കൃഷി കാണുവാനും പരിചയപ്പെടുവാനും കൊയ്യുവാനും ഒക്കെയുള്ള പ്രായോഗികമായ പരിശീലനത്തിന് വേണ്ടിയിട്ട് അവർ വന്നിരിക്കുകയാണ്. ഇതെല്ലാം എന്തുകൊണ്ട് ഈ കാപ്പുകയം പാടശേഖരത്തിൽ ഇന്നൊരു വലിയ ഉത്സവമാണ്. ആ ഉത്സവത്തിൻ്റെ ഭാഗമായി ഇന്ന് നടന്ന ഈ കൊയ്ത്തുത്സവത്തിന് നമ്മുടെ നാടിലുള്ള സ്കൂളുകളും അതോടൊപ്പം തന്നെ ത്രിതല പഞ്ചായത്ത് മെമ്പർമാരും അതോടൊപ്പം തന്നെ പാടശേഖര സമിതിയുടെ ആളുകളും എല്ലാം വന്ന ഒരു വലിയ ഉത്സവത്തിന് പങ്കെടുത്ത മുഴുവൻ പേർക്കും അഭിവാദ്യം ചെയ്തുകൊണ്ട് അവർക്ക് നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് നിർത്തുന്നു. നന്ദി. ശബരിമല തീർത്ഥാടകരുടെ പ്രധാന റൂട്ടായ പാലാ പുൻകുന്നം ഹൈവേയിൽ എലിക്കുളം പഞ്ചായത്ത് പരിധിയിൽ 2 വഴിയോര വിശ്രമ കേന്ദ്രങ്ങൾക്കാണ് പഞ്ചായത്ത് രൂപം നൽകിയത്. ഇതിനോടനുബന്ധിച്ച് കേരളത്തിലെ ആദ്യത്തെ ഹാപ്പിനെസ് പാർക്കിനും പഞ്ചായത്ത് തുടക്കം കുറിച്ചു.
പുനലൂർ മൂവാറ്റുപുഴ സംസ്ഥാന പാതയുടെ ഭാഗമായ പാലാ പൊൻകുന്നം റോഡരികിൽ ഇളംകുളം ചന്തവളവിന് സമീപം എലിക്കുളം പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ പണി കഴിപ്പിച്ച വഴിയോര വിശ്രമ കേന്ദ്രം ഉദ്ഘാടനം ചെയ്തു. 4-ാം മൈലിന് സമീപം ചന്തവളവിലാണ് ഹൈവേ നിർമ്മാണത്തിനിടെ ബാക്കിയായ സ്ഥലത്ത് വിശ്രമ കേന്ദ്രം നിർമ്മിച്ചത്. വാഹനങ്ങൾ നിർത്തിയിടാൻ സ്ഥലമുണ്ട്, ഒപ്പം ശൗചാലയ സൗകര്യവും ഒരുക്കിയിട്ടുണ്ട്. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് KV ബിന്ദു ഉദ്ഘാടനം ചെയ്തു. മറ്റു പഞ്ചായത്തുകൾക്ക് മാതൃകയാക്കാൻ പറ്റുന്ന പ്രവർത്തനങ്ങളാണ് എലിക്കുളം പഞ്ചായത്ത് നടത്തുന്നതെന്ന് KV ബിന്ദു പറഞ്ഞു. പഞ്ചായത്തുകളുടെ തനത് വരുമാനം വർദ്ധിപ്പിക്കാൻ ടൂറിസം പദ്ധതികൾക്ക് കഴിയുമെന്നും KV ബിന്ദു പറഞ്ഞു. ടൂറിസവുമായി ബന്ധപ്പെട്ട് നമ്മുടെ ഗ്രാമപഞ്ചായത്തിന്റെ പദ്ധതികൾ ഉൾപ്പെടുത്തിക്കൊണ്ട് നിരവധി പദ്ധതികൾ ആവിഷ്കരിക്കാൻ വേണ്ടി കഴിയും. ഗ്രാമപഞ്ചായത്തുകളുടെ വരുമാനം, തനത് വരുമാനം വർദ്ധിപ്പിക്കുക എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട കടമ തന്നെയാണ്. അത് ടൂറിസത്തിലൂടെ നമുക്ക് സാധ്യമാക്കുവാൻ വേണ്ടി കഴിയും. തനത് വരുമാനം വർദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ പഞ്ചായത്തിൽ നിരവധി പദ്ധതികൾ നമുക്ക് ആവിഷ്കരിക്കാൻ വേണ്ടി കഴിയും. ഇപ്പം തന്നെ നമുക്ക് ഇപ്പോൾ ഏറ്റെടുത്തിട്ടുള്ള പദ്ധതികളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് നിരവധി പദ്ധതികൾ നമുക്ക് തനത് വരുമാനം ഉണ്ടെങ്കിൽ അത് ഏറ്റെടുത്തുകൊണ്ട് നാട്ടിലെ ആളുകൾക്കാകെ പ്രയോജനമാകുന്ന തരത്തിലുള്ള പദ്ധതികൾ നമുക്ക് ആവിഷ്കരിക്കാൻ വേണ്ടി കഴിയും. എലിക്കുളം പഞ്ചായത്ത് പ്രസിഡന്റ് S. ഷാജി അധ്യക്ഷനായി. ശനിയാഴ്ച തൊട്ട് വീണ്ടും നട തുറക്കുകയാണ്. അപ്പൊ അതുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് തന്നെ നമ്മൾ ഇവിടെ ഈ വഴിയോര വിശ്രമ കേന്ദ്രത്തോടനുബന്ധിച്ച് നമ്മളൊരു ഹാപ്പിനെസ് പാർക്ക് അതിന്റെ നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിന്റെ ഉദ്ഘാടനം അടുത്ത ദിവസമുണ്ട്. അപ്പം ഇതുകൊണ്ട് വരുന്ന തീർത്ഥാടകരെ സംബന്ധിച്ച് ഇവിടെ വിശ്രമിക്കുവാനും കുളിക്കുവാനും മറ്റു കാര്യങ്ങൾ നിർവഹിക്കുവാനും അവർക്ക് കാപ്പുകുടിക്കുവാനും ഇവിടെ അവർക്ക് വിശ്രമിക്കുവാനും ഒക്കെയുള്ള ഒരു ചെറിയ പാർക്കിന്റെ അനുഭവങ്ങൾ പ്രദാനം ചെയ്തുകൊണ്ടാണ് നമ്മൾ ഇതിനെ വിഭാവന ചെയ്തിരിക്കുന്നത്. ജില്ലാ പഞ്ചായത്ത് അംഗം ജോസ്മോൻ മുണ്ടയ്ക്കൽ, പഞ്ചായത്ത് അംഗങ്ങൾ തുടങ്ങിയവർ പങ്കെടുത്തു. കുടുംബശ്രീയുടെ ലഘുഭക്ഷണശാലയും ഇതോടനുബന്ധിച്ചുണ്ടാകും. ഇതിനോട് ചേർന്നുള്ള ഉദ്യാനത്തിന്റെ നിർമ്മാണവും പൂർത്തിയായി വരുന്നു. ഇതിന്റെ ഔപചാരികമായ ഉദ്ഘാടനം ബഹുമാനപ്പെട്ട MLA ശ്രീ മാണി സി കാപ്പൻ നിർവഹിച്ചു. പച്ചത്തുരുത്ത് എന്ന് പറഞ്ഞ ഒരു പരിപാടിയാണ് ഇവിടെ ആദ്യം ആരംഭിച്ചത്. ഏതായാലും ഇതിന്റെ ഉദ്ഘാടനത്തിന് വേണ്ടി ഈ കുട്ടികളോടൊപ്പം പങ്കെടുക്കാൻ ഒരവസരം ലഭിച്ചത് ഞാനൊരു ഭാഗ്യമായി കണക്കൂട്ടുന്നു. ഷാജിയെ സംബന്ധിച്ചിടത്തോളം വളരെ ദീർഘവീക്ഷണമുള്ള ഒരു പഞ്ചായത്ത് എങ്ങനെ ആകണം എന്നാഗ്രഹിക്കുന്ന, ഒരു പഞ്ചായത്തിന് ഇൻകം ഉണ്ടാക്കാം എന്നാഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ്. അതിന്റെ കൂടെ ഫലമായിട്ടാണ് ബഡ്ജറ്റിൽ ആദ്യമായിട്ട് ഈ പ്രപ്പോസൽ കൊടുക്കണം, ഫസ്റ്റ് പ്രപ്പോസലായിട്ട് കൊടുക്കണം എന്ന് പറഞ്ഞ് ഷോപ്പിംഗ് കോംപ്ലക്സിന്റെ പ്രപ്പോസൽ കൊടുക്കുകയും 1.5 കോടി രൂപ സാങ്ഷൻ ആക്കി. അതുപോലെ MLA ഫണ്ടിൽ നിന്ന് 50 ലക്ഷം രൂപ ബഡ് സ്കൂളിന് അനുവദിക്കണം എന്ന് നിർബന്ധപൂർവ്വം പറഞ്ഞു. കാരണം അത് അത്തരം കുട്ടികളോടുള്ളൊരു കരുതലാണ്. കിലയുടെ ആഭിമുഖ്യത്തിൽ മറ്റ് ജില്ലയിലെ പഞ്ചായത്തിൽ നിന്നുമുള്ള ജനപ്രതിനിധികൾക്കും ഉദ്യോഗസ്ഥർക്കുമുള്ള പഠന കേന്ദ്രമായി എലിക്കുളം ഗ്രാമപഞ്ചായത്തിനെ തിരഞ്ഞെടുത്തിട്ടുണ്ട്. ഇതിന്റെ ഔപചാരികമായ ഉദ്ഘാടനം ബഹുമാനപ്പെട്ട ചീഫ് വിപ്പ് ഡോക്ടർ N. ജയരാജ് നിർവഹിച്ചു. സംസ്ഥാനത്തെ പഞ്ചായത്തുകൾക്ക് മാതൃകാ പരിശീലനം നടത്തുന്ന ലേണിംഗ് സെന്ററായി എലിക്കുളം പഞ്ചായത്തിനെ തെരഞ്ഞെടുത്തു. 70 പഞ്ചായത്തുകളാണ് ലേണിംഗ് സെന്ററുകളായി സംസ്ഥാനത്ത് ആകെയുള്ളത്. വിവിധ മേഖലകളിൽ മികച്ച പ്രവർത്തനം നടത്തിയ പഞ്ചായത്തുകളാണ് ലേണിംഗ് സെന്ററുകളായി തെരഞ്ഞെടുക്കപ്പെടുന്നത്. കിലയുടെ നേതൃത്വത്തിലാണ് സംസ്ഥാന തലത്തിൽ ലേണിംഗ് സെന്ററുകളുടെ പ്രവർത്തനം ഏകോപിപ്പിക്കുന്നത്. കേരളത്തിനകത്തും പുറത്തുമുള്ള ജനപ്രതിനിധികളും ഉദ്യോഗസ്ഥരും ഇവിടെ നടക്കുന്ന പരിശീലന പരിപാടിയിൽ പങ്കെടുക്കും. പ്രാദേശിക കലാപരിപാടികൾ, പ്രാദേശിക വിനോദസഞ്ചാരം എന്നിവയും ഇതിൽ ഉൾപ്പെടുന്നു. പഞ്ചായത്തിലെ വികസന പ്രവർത്തനങ്ങൾ, കേന്ദ്ര സംസ്ഥാന സർക്കാരിന്റെ പദ്ധതികൾ, കലാ സാംസ്കാരിക ഇടപെടലുകളെല്ലാം ജനങ്ങളിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടി ലൈഫ് എന്ന പേരിൽ ഒരു യൂട്യൂബ് ചാനൽ പഞ്ചായത്ത് ആരംഭിച്ചു. എലിക്കുളം പഞ്ചായത്ത് ഒരു മുൻകൈയോട് എടുത്തിരിക്കുകയാണ്. അതെന്താണെന്ന് ചോദിച്ചാൽ ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങിയിരിക്കുന്നു. അതിൻ്റെ ഭാഗമായിട്ട് ലൈഫ് യൂട്യൂബ് ചാനലിൻ്റെ പേരതാണ്. നിങ്ങൾ എന്നെ ഇൻ്റർവ്യൂ ചെയ്യാൻ വരുന്നു. ഇത് ചെറിയൊരു കാൽവെപ്പല്ല. പക്ഷെ ഞാൻ ഒരു കാര്യം ഓർക്കുന്നുണ്ട് കേട്ടോ. ജനകീയ ആസൂത്രണത്തിൻ്റെ 1ാം പദ്ധതിയിൽ വേറൊരു പഞ്ചായത്തിലും ഇല്ലാത്തൊരു പ്രോജക്റ്റ് ഇവിടെ ഉണ്ടായിരുന്നു. പഞ്ചായത്തിന് സ്റ്റുഡിയോ, ഒരു ക്യാമറ അതിൽ നിന്ന് മേടിച്ചു. പിന്നെ ഒരു ഹോണറേറിയം അതിൻ്റെ നടത്തിപ്പുകാർക്ക്, സ്റ്റുഡിയോക്കാർക്ക് കൊടുത്തു.
കുട്ടികളെ ഫോട്ടോഗ്രാഫി പഠിപ്പിക്കുക, പഞ്ചായത്തിൻ്റെ എല്ലാ പരിപാടികളും ഡോക്യുമെൻ്റ് ചെയ്യുക. അങ്ങനെ ഒന്നാം പദ്ധതിയിൽ തന്നെ ഒരു സ്റ്റിൽ ഫോട്ടോഗ്രാഫിയുടെ സ്റ്റുഡിയോ ആരംഭിച്ച കേരളത്തിലെ ഏക പഞ്ചായത്താണ്. അപ്പോൾ ഇന്നത് ലൈഫിലെത്തി നിൽക്കുകയാണ്. ഈ യൂട്യൂബ് ചാനലിന്, ലൈഫിന് എല്ലാ ഭാവുകങ്ങളും നേരുന്നതിന് എനിക്ക് സന്തോഷമുണ്ട്. ഹായ്, ഹലോ, നമസ്കാരം. ഞാൻ വൈഷ്ണവി ഷാജി. ലൈഫ് ചാനലിലെ പുതിയൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക, ബെൽ ബട്ടൺ അമർത്തുക. ഈ എലിക്കുളം പഞ്ചായത്ത് ആരംഭിച്ചിരിക്കുന്ന ഈ ലൈഫ് എന്ന യൂട്യൂബ് ചാനലിന് ഞാൻ എല്ലാ ആശംസകളും നേരുന്നു. അതിൻ്റെ പ്രവർത്തനങ്ങൾക്ക് എല്ലാ ആശംസകളും നേരുന്നു. എല്ലാ വിജയങ്ങളും നേരുന്നു.